Welcome to Kaula Kitchen Magic Season 3. Kaula Kitchen Magic Season 3ലേക്ക് സ്വാഗതം. നമ്മൾക്ക് ചില ഇഷ്ടങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. നാട് എത്ര മാറിയാലും നമ്മളൊക്കെ എത്ര വ്യത്യാസം നമ്മളിൽ ഉണ്ടായാലും ഒരു പക്ഷേ നമ്മളുടെ ചില ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാചകത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഭക്ഷണക്കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചില വിഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. എങ്ങനെയാണ് നോക്കിയാലും മലയാളിയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മളൊരു തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ ഒരു കോസ്റ്റൽ ലൈനിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് എന്താ പറയുക, കായലും കടലും ഒക്കെ അതിൻ്റെ എല്ലാം ഒരു സമ്പന്നമായ ഒരു ദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തേങ്ങ, പിന്നെ ഒന്ന് മത്സ്യം. മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ മത്സ്യസമ്പത്ത് ധാരാളമുള്ള കേരളത്തിൽ ഒരു പാചക മത്സരം നടക്കുമ്പോൾ ആ മത്സ്യത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് കുറച്ച് എന്താ പറയുക, മത്സ്യം കൊണ്ടുള്ള വിഭവങ്ങൾ ചെയ്യാൻ കൊടുത്താൽ അതെങ്ങനെയുണ്ടാവും? അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണണ്ടേ. അപ്പോൾ മത്സരാർത്ഥികൾ ഇനി ഒരു റൗണ്ട് ഫേസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു മത്സ്യം കൊണ്ടുള്ള റൗണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ കാണുക, ആസ്വദിക്കുക. വെൽക്കം ടു കൗള കിച്ചൺ മാജിക് സീസൺ 3. അപ്പം മറ്റൊരു റൗണ്ട്, എണ്ണം കുറഞ്ഞിരിക്കുകയാണ് വീണ്ടും, അല്ലേ? 8 ആൾക്കാരേ ഉള്ളൂ. ബാക്കി ആൾക്കാർ എവിടെ പോയി? ഫ്രീസറിൽ പോയി. ഇതെല്ലാവർക്കും മാറി മാറി വരുന്നൊരു അനുഭവമാണല്ലേ ഫ്രീസറിൽ ഏകദേശം. പക്ഷെ കയറാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇനി ഒരു പുതിയ റൗണ്ടിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്നൊന്ന് പരിശോധിക്കാം. ഈ റൗണ്ട് വളരെ സിമ്പിളാക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഇതായിരിക്കും ഈ റൗണ്ട്. പാത്രമൊന്നുമില്ല, ടെൻഷൻ വേണ്ട, നോ പാത്രംസ്. ഫസ്റ്റ് ഗസ് വരാൻ പോകുന്നത് ചിക്കൻ ആയിരിക്കും. അതെ, ചിക്കനാണോ? നാടൻ ഐറ്റം ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കണ്ടില്ലേ, ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വെച്ചിട്ടില്ല. പിന്നെന്താ, ഇത്ര ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല, അതൊന്നുമില്ല. നമ്മൾ തന്നെ പറയാണ് 2 ഐറ്റം ഉണ്ടാക്കണം. ഒന്ന് പച്ചമീൻ കൊണ്ട്, ഒന്ന് ഉണക്കമീൻ കൊണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? ഹാപ്പി. നെയ്മീനാണ് തരുന്നത്. പിന്നെ ഒരു കാര്യം, ഉണക്കമീനാണ്. ഉണക്കമീൻ കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കാമല്ലോ, ഡ്രൈ ഫിഷ്. അപ്പോൾ എന്തായാലും വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങൾ തയ്യാറാക്കുക. ടൈം ലിമിറ്റ് 1 hour. 1 മണിക്കൂർ ധാരാളം മതി. മീൻ അധികം വേഗമുള്ള സാധനമൊന്നുമില്ല. അരമണിക്കൂർ അലോട്ട് ചെയ്താലും ധാരാളം സമയത്ത്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക, വിഭവങ്ങൾ തയ്യാറാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റൗണ്ടെന്ന് കേട്ടപ്പോഴേ സന്തോഷം തോന്നി. എന്തെങ്കിലും നാടൻ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ രീതിയിലാണ് രണ്ടും ചെയ്യാൻ പോകുന്നത്. മാം തന്ന റൗണ്ട് കേൾക്കണ്ടേ, ഫിഷ് റൗണ്ട്. ആ ഫിഷ് എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഫിഷ്. അത് മാത്രമല്ല 2 തരം വെറൈറ്റി, പച്ചമീനും ഉണക്കമീനുമാണ് തന്നത്. അത് രണ്ടും വെച്ചിട്ട് 2 ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ റൗണ്ട് ഫിഷ് റൗണ്ടാണെന്ന് കേട്ടപ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നുന്നു. ഫിഷ് കൊണ്ട് പലതും ഉണ്ടാക്കാൻ അറിയാം. എന്തെങ്കിലും ന്യൂ ആയിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഈ റൗണ്ടിൽ ഫിഷാണെന്ന് അതിനെക്കുറിച്ച് സന്തോഷം തോന്നി. കാരണം നമ്മൾ റെഗുലറായിട്ട് കുക്ക് ചെയ്യുന്നതാണ്, അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സിനൊക്കെ ഇച്ചിരി സാധ്യത കുറവുണ്ട്. പക്ഷേ ഉണക്കമീനും യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഉണക്കമീൻ കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാവുന്ന, പിന്നെ ഫിഷിൻ്റെ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ പച്ചമീൻ വെച്ചിട്ട് ഒരു ഫിഷ് പത്തിരിയും പിന്നെ ഉണക്കമീൻ വെച്ചിട്ട് മാങ്ങ, ഉണക്കമീൻ, തേങ്ങ അരച്ച കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ല എന്തായിരുന്നു ഫിഷ് സ്റ്റൂ പോലെ ഉണക്കമീൻ ചമ്മന്തി അല്ലേ? ഇവിടെ നാടൻ്റെ ആൾക്കാരാണ് ഇവരെല്ലാം പക്ക. അതുകൊണ്ട് കൃത്യമായി മീൻ കിട്ടിയാൽ സന്തോഷം. ഉണക്കമീൻ മുരിങ്ങ പച്ചക്ക് അല്ല തേങ്ങാപ്പാലായിരുന്നു. തേങ്ങാപ്പാലായിരുന്നു പൊള്ളിച്ചു. തേങ്ങാപ്പാലായിരുന്നു. തേങ്ങാപ്പാൽ. മീൻ പത്തിരി റെഡി. എനിക്ക് വയ്യ. മീൻ പത്തിരി റെഡി. മാങ്ങ അരച്ച തേങ്ങാക്കറി അല്ല സോറി ഒക്കെ തെറ്റിപ്പോണം മാഡം. കൺഫ്യൂഷൻ. ഉണക്കലയിൽ മാങ്ങ തേങ്ങാക്കറി. ഓക്കെ ശരി ശരി. ചൂടോടുകൂടി കഴിക്കണം അല്ലേ? ഇത് കുറച്ച് കോണ്ടി സ്റ്റൈൽ. ഇതൊക്കെയാണ് ഫിഷ് പോർച്ചുഗീസ്. എങ്ങനെ ചെയ്തിരിക്കുന്നത്? ആണല്ലേ? എന്നിട്ട് ചീസ് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എല്ലാം ലൈക്ക് ഓൾറെഡി കുക്ക്ഡ് ആണ്. അത് ഓണിയൻസ്, മഷ്റൂംസ്, ടൊമാറ്റോസ്, മയണീസ് ആയിരിക്കും ഇത്. ഹോളിഡേസ് ഉണ്ടാക്കാനായിട്ട് മറ്റേ കോട്ടൺ ഇതുണ്ടായില്ല. ഓക്കെ മയണീസ് ഭയങ്കര ഇഷ്ടമല്ലേ? മയണീസ് ഫേവറേറ്റ് ആണ്. എല്ലാത്തിലും ഉണ്ടാവും ഏതെങ്കിലും. ഇതിപ്പോൾ എന്താണ്? ഉണക്കമീൻ ബാറ്റർ ഫ്രൈ ആണല്ലേ? ഭഗവാനെ, പക്ഷേ ഉണക്കമീൻ ഉണക്കമീൻ ഒന്ന് കഴിച്ചു നോക്കണം. ഞാൻ കുറച്ചേരം വെള്ളത്തിലിട്ട് അതിന്റെ സോൾട്ട് ഒക്കെ കളയാം. അങ്ങനെ ഫിഷ് റൗണ്ടിലെ വിശേഷങ്ങൾ കാണാൻ സമയമാകുന്നു. കാര്യം നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി പച്ചമീനും ഫിഷി റൗണ്ട് പച്ചമീനും ഉണക്കമീനും രണ്ടും ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കി. അപ്പോൾ ഇനി ആ കാഴ്ചകളൊക്കെ കണ്ടേ ഓരോരുത്തരായിട്ട് വിളിക്കാം. അവരുടെ വിഭവങ്ങൾ സ്വാദ് നോക്കാം. അവരുടെ ഏത് രീതിയിലാണ് തയ്യാറാക്കിയതെന്ന് കാണാം. അപ്പോൾ ആദ്യം ആരെയും വിളിക്കാം? സ്മിത. ഓക്കെ സ്മിത വരും. സ്മിത 2 ഐറ്റം അല്ലേ? ഉണക്കമീൻ്റെ ഒരു ഐറ്റം, ഫിഷ് മോളിയാണോ അല്ലെങ്കിൽ ഫിഷ് സ്റ്റൂ ആണോ? ഏതാണ്? ഫിഷ് മോളിയാണ്. ഓക്കെ. വേറെ സ്റ്റൈലിലാണ് ചെയ്തത് അല്ലേ? എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ടൊമാറ്റോ ഇട്ടില്ല, പുളി തന്നെ ഇട്ട്. പുളിയാണ്. പിന്നെ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട്. കൊച്ചുള്ളി. ഓക്കെ കണ്ടു നോക്കട്ടെ അല്ലേ? ഓക്കെ. സ്മിത എങ്ങനെയാണ് ഈ 2 വിഭവങ്ങളും തയ്യാറാക്കിയത് നോക്കാം. ഒരു നെമ്മീൻ കൊണ്ടുള്ളൊരു ഫിഷ് മോളി, പിന്നെ ഉണക്കമീൻ ചമ്മന്തി. ഇന്ന് ഞങ്ങളുടെ ഈ റൗണ്ടിൽ ഞങ്ങൾക്ക് തന്നേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഫിഷാണ്. അത് ഉണക്കമീനുണ്ട്, പച്ചമീനുണ്ട്. പച്ചമീൻ ഇട്ട് ഞാനാണെങ്കിൽ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാവുന്ന, പിന്നെ ഉണക്കമീൻ ഇട്ടാണെങ്കിൽ ഞാനൊരു ഷാഹി പേസ്റ്റ്, എല്ലാം കൂടെ സവാള എല്ലാം കൂടെ അരച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഫിഷ് കട്ട് ചെയ്ത് വെക്കാം.
ഈ കട്ട് ചെയ്തിരിക്കുന്ന ഫിഷ് നമുക്കൊന്ന് ഇച്ചിരി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫിഷ് മോളിക്കാണെങ്കിൽ നമ്മളിത് ലൈറ്റായിട്ടൊന്നൊന്ന് വറുത്ത് വെക്കും, കാരണം കഷ്ണം പൊടിയാതിരിക്കാൻ വേണ്ടിയാണ്. മാരിനേഷൻ കഴിഞ്ഞ് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഗ്രേവിക്കുള്ളത് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്. തേങ്ങാപ്പാൽ കിടന്നാണ് ഈ മീൻ വേവുന്നത്, അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഇത് തലപ്പാലാണ്, തലപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഒപ്പം 1-ാം പാലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബാക്കി ഇതുകൊണ്ടാണ് നമ്മൾ 2-ാം പാൽ എടുക്കുന്നത്. 2-ാം പാലിൽ കിടന്നാണ് നമ്മൾ മീൻ വേവിക്കുന്നത്. ഇത് ഞാൻ ഇത്രയും കഷ്ണം മീൻ ഒരു തേങ്ങ എടുത്തേക്കുന്നത്. ഇത് 2-ാം പാലാണ്. ഈ 2 പാൽ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കറിക്കുള്ള പ്രോസസ്സ് തുടങ്ങാം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള കൊച്ചുള്ളിയൊക്കെ എടുത്ത് വെക്കാം. നമ്മൾ സ്റ്റൂവിനുള്ള മസാലയാണ്, ഫിഷ് മോളിക്കുള്ള മസാലയാണെങ്കിൽ നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അതായത് ഇച്ചിരി വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും കൂടെ ഇച്ചിരി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കും. അതിലാണ് നമ്മൾ ഈ കറിയിലോട്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ മസാല ഇതിനകത്ത് ഇടാറില്ല. ഇത് അരിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ആ മീൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. പാൻ ചൂട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീനിടാം. ഇപ്പം മീൻ ഒരു സൈഡ് മൊരിഞ്ഞിപ്പോൾ തിരിച്ചിട്ടു. അപ്പോൾ മസാലയ്ക്കുള്ളതെല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി മീനും കൂടെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മസാലയ്ക്കുള്ളത് തുടങ്ങാം. മസാല കരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നത് ഇച്ചിരി വെളുത്തുള്ളി, മീൻ മൊരിഞ്ഞോ നമുക്ക് നോക്കാം. മീൻ മൊരിയണ്ട, ആക്ച്വലി ലൈറ്റ്ലി ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. നമുക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച് ഇച്ചിരി തലപ്പാലും 2-ാം പാലും കൂടെ ചേർത്ത് അരയ്ക്കാം. ഇത് ഗ്രേവി തയ്യാറാക്കാനുള്ളത് ഞാൻ ചൂടാക്കി. നമുക്കിതിലേക്ക് സവാള ഇടാം. സവാളയല്ല, കൊച്ചുള്ളി, കൊച്ചുള്ളി ഇച്ചിരി വഴലുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം. ഈ കറിക്ക് നമ്മൾ മുളക് പൊടി ഇടത്തില്ല. അതിന് പകരം നമുക്ക് എരിക്ക് നമ്മൾ ഇടുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയുമാണ്. വെളുത്തുള്ളി ഇടാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ ഉണക്കമീൻ കറിക്കുള്ളത് നമുക്ക് ശരിയാക്കി തുടങ്ങാം. സവാള വഴറ്റണം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ പ്രഷർ കുക്കറിലിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. കൊച്ചുള്ളി നല്ലൊരു വഴ നമുക്ക് വെളുത്തുള്ളി ഇടാം. കീറി വെച്ച പച്ചമുളക്. ഇത് വരണ്ട് കഴിഞ്ഞു. നമുക്കിനി ഇച്ചിരി മസാല ഇടാം. നമ്മൾ മുമ്പേ അരച്ച് തേങ്ങാപ്പാലിൽ അരച്ച് മല്ലിപ്പൊടി, വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളിയും കൂടെ അരച്ചാണിത്. തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിടാം, അല്ലെങ്കിൽ ബേൺ ആയി കഴിഞ്ഞാൽ പോവും. നമുക്കാണെങ്കിൽ ഇന്നത്തെ ഇച്ചിരി ഉപ്പിടാം. മീനൂടിടാം നമുക്കിനി ഇന്നത്തോട്ട്. നമുക്കിച്ചിരി കുടംപുള്ളി ഇടാം. ഈ മീൻകറി നമുക്ക് കുക്ക് ചെയ്യാൻ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഇവിടേക്ക് നമുക്ക് ഉണക്കമീനുള്ള തുടങ്ങാം. സവാള ഇട്ടു, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടു. ഇപ്പോൾ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. നമുക്ക് ഒന്നുകൂടി ഇടാം ഒരു എരിക്ക് വേണ്ടി. ഒരു 1/2 ടൊമാറ്റോയും കൂടെ ഞാൻ ഇട്ടു.
വെച്ചിട്ട് നമുക്കൊരു പ്രഷർ കുക്ക് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റും. ഇത് വറ്റി നമുക്ക് ഇതിനകത്ത് തലപ്പാലൂടെ ചേർക്കാം. നമ്മുടെ ആണെങ്കിൽ പച്ചമീൻ്റെ കറി റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് ഉണക്കമീൻ കട്ട് ചെയ്യാം. ഇതെന്തത്? സ്റ്റൂ പോലെ ഫിഷ് മോളിയാണോ? ഇനി ഇതിലെന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ലില്ല, കഴിഞ്ഞോ? കുടംപുളിയൊക്കെ കിട്ടും. കുടംപുളി ടൊമാറ്റോ. പിന്നെ അതിൻ്റെ ഉണക്കമീൻ എന്ത് ചെയ്യാം? ഉണക്കമീനാണെങ്കിൽ ഷാഹി പനീർ പോലെ സവാളയും ഒക്കെ വഴറ്റിയിട്ട് പ്രഷർ കുക്കർ ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അതിലോട്ട് എണ്ണയെ വഴറ്റിയിട്ട് നമ്മൾ ഫിഷും പിന്നെ ക്രീമും കൂടെ അവസാനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത്? ഇല്ല നോക്കിയിട്ടില്ല, ആദ്യമായിട്ട്. ഉണക്കമീനിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഭയങ്കര സോൾട്ടിയാണ്. കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചല്ലോ. ഉണക്കമീൻ ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇല്ല, ആദ്യം. അതിനൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ടേസ്റ്റ് അതുമായിട്ട് യോജിച്ച് വരുന്നു ഉണക്കമീനിന്. ഉണക്കമീൻ എപ്പോഴും ഒന്നുകിലൊരു വറുവല് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാടനിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മാം പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുമായിട്ട് ഈ ഉണക്കമീൻ പോകത്തില്ല, നമുക്ക് നാടൻ കറി തന്നെ നോക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിയുവാണ്. ഉണക്കമീൻ കൊണ്ടൊരു വറ്റൽ പോലെ ഉണ്ടാക്കാം. അതിന് ആദ്യം നമുക്ക് ഇച്ചിരി വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കാം, ഇച്ചിരി ലൈറ്റായിട്ട്. വറ്റൽമുളകായി നമുക്കിനി ഇത് അടുത്തത് കൊച്ചുള്ളി ഇടാം, ഇഞ്ചി ഇടാം, ഇത് വഴന്ന് തുടങ്ങി. നമുക്കിനി ഇതും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മീനൂടെ ലൈറ്റായിട്ടൊന്ന് വറുത്തിങ്ങെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. വറ്റൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഉണക്കമീൻ്റെ വറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഫിഷ് മോളിയിലേക്ക് ഇച്ചിരി കടുക് വറുത്തതും ഒരു കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് മീൻകറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. മീൻകറി റെഡിയായി, നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഉണക്കമീൻ വറ്റലും ഫിഷ് മോളിയും റെഡി ആയിട്ടുണ്ട്. ഫിഷ് മോളി ഇച്ചിരി തിക്കായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് രണ്ടാം പാൽ പിരിയാൻ നേരം ഇച്ചിരി സ്ട്രെയിനറിൽ കൂടി ഇട്ടായിരുന്നെങ്കിൽ ഇച്ചിരി ക്ലിയർ ആയേനെ. നമുക്കിനി ജഡ്ജ്മെൻറ്റിന് കൊടുക്കുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ. അപ്പോൾ 2 വിഭവങ്ങളും കണ്ടു. ഇനി സ്വാദം. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഫിഷ് മോളി നമ്മൾ യൂഷ്വൽ ഒരു പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഫിഷ് മോളിയുടേതായ ഒരു രുചിയല്ല, വ്യത്യാസമുള്ളൊരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഫിഷ് മോളിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല. നോർമൽ ഫിഷ് മോളിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ നല്ല സ്വാദമുള്ളൊരു കറി തന്നെയാണ് ഫിഷിൻ്റെ. ഓക്കെ. ആൻഡ് ഉണക്കമീനും ഇച്ചിരി ഉപ്പ് കയറി നിൽക്കുന്നത്. കാര്യം ഉണക്കമീനാണല്ലോ, എന്തായാലും ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ എരിവ് കറക്റ്റാണ്. ഒരു പക്ഷേ സവാളയൊക്കെ കുറച്ച് അല്ലെങ്കിൽ ചെറിയ ഉള്ളി എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ കൂട്ടുകയറി ചേർക്കാം. ഒരു ലേശം പൊടിയായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? വേണമെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് സെലീനെ വിളിക്കാം. സെലീന വരും.
ഹാപ്പിയാണ് അല്ലേ? പറഞ്ഞല്ലോ, എന്തായാലും ആ ഒരു മണിക്കൂർ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അല്ലേ? നിങ്ങളുടെ സ്പെഷ്യലാണ് മീൻ പത്തിരി. മീൻ പത്തിരി മലബാറിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഉണക്കമീനും ആ ഭാഗത്ത് ചെയ്യുന്നതാണ് ഈ രീതിയിൽ പാലുകറി പോലെ. അധികം നമ്മുടെ മുളക് പൊടി അധികം യൂസ് ചെയ്യില്ല. നമ്മൾ മീൻ കറിക്ക് യൂസ് ചെയ്യുന്നത്ര ഇതിൽ യൂസ് ചെയ്യും. പച്ചമുളകിനാണ് കൂടുതൽ പ്രാധാന്യം. പച്ചമുളകും രണ്ടെണ്ണം. അത്ര എരിവില്ലാത്തൊരു കറിയാണ്. എരിവുണ്ടാവും മാം, എന്നാലും കൂടുതൽ സ്പൈസി അല്ല. അപ്പോൾ നമ്മൾക്കിനി സെലീന എങ്ങനെയാണ് ഈ മീൻ പത്തിരി തയ്യാറാക്കിയതെന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായ അവരുടെ ഒരു റീജിയണൽ സ്പെഷ്യാലിറ്റി പോലെ ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഉണക്കമീൻ കറി കണ്ടു നോക്കാം. കണ്ടോ? ഹായ് യുവേഴ്സ്, ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു റൗണ്ടാണ് മാം തന്നിട്ടുള്ളത്. അതിൽ എന്താ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമീനും ഒരു ഉണക്കമീനും. പച്ചമീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിഷ്, ഉണക്കമീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിഷ്, അങ്ങനെ 2 ഐറ്റമാണ് പറഞ്ഞത്. 1 hour ടൈം തന്നിട്ടുള്ളത്. അതിലിപ്പം ഉണക്കമീനും വാങ്ങി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു കറി, പിന്നെ അതുപോലെ തന്നെ ഫിഷ് വെച്ചിട്ട് ഞാൻ ഫിഷ് പത്തിരിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഏതായാലും നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് ഈ തേങ്ങ എന്തിനാ ചെണ്ടിയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ചെമ്മീൻ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 4-5 ചുവന്നുള്ളി, പെരിഞ്ചീരകം, പച്ചമുളക് എന്നിവ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടടിക്കാം. നമുക്ക് ഈ കൂട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ മീൻ പത്തിരിയിലേക്കുള്ള തേങ്ങ കൂടുതലായിട്ട് അടിയണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിഞ്ഞിട്ടിയാൽ മതി. നമ്മൾ കറിക്ക് അരിക്കുന്ന തേങ്ങ പോലെ നന്നായിട്ട് അടിയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൂട്ട് അടിച്ചു വരാം. ഈ കൂട്ട് നമുക്കൊരു തവി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിൽ ആഡ് ചെയ്യാം. മീൻ പത്തിരിക്ക് ഉള്ളിയിൽ ആഡ് ചെയ്യാനുള്ള നമുക്ക് ഉള്ളി താളിച്ചെടുക്കാം. അതിന് വേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് നമ്മളെ പത്തിരിക്കുള്ള വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന വെള്ളം കുറേശ്ശായിട്ട് നമ്മുടെ ഈ പൊടിയിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഈ അരിപ്പൊടി ഒന്ന് ജസ്റ്റ് ഈ ചെറു തീയിലിടിച്ചിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. കാരണം നമ്മൾ കുറച്ച് വേവ് പോരായുണ്ട്. അതുകൊണ്ട് പാൻ ചൂടാക്കിയിട്ട് ഇതാ നമ്മൾ ഈ പാനിലേക്ക് വെച്ച് ചെറു ചൂട്. കൗളയുടെ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്, നല്ല ഗുണമാണ്. അപ്പോൾ നമുക്കത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇതിലേക്ക് കൊടുക്കാം. നമ്മുടെ പത്തിരിൻ്റെ കൂട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതിപ്പം ഞാൻ എന്തിനാണ് വാട്ടിയെടുക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ മീൻ പത്തിരിയാണല്ലോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മീൻ പൊരിച്ചിട്ട് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഏകദേശം നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അതുപോലെ ഉള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം.
കുറേശ്ശെ ഉപ്പ് മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, മീൻ പൊരിക്കാൻ വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഉപ്പ് കളി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊന്ന് ശ്രദ്ധിക്കുക. ഉപ്പ് കുറഞ്ഞാലും വേണ്ടില്ല, കൂടാതിരിക്കുക. നമ്മൾ അരിപ്പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കുഴച്ചെടുക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് കോരിയെടുക്കുന്നത്. ഇതാ നമ്മളെ പൊടി റെഡി ആയിട്ട് അതൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. ഉള്ളി നന്നായി താളിക്കട്ടെ. അതിനിടക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഇതിൽ മീൻ പൊരിക്കാൻ വേണ്ടി വെക്കാം. മീനാണ് ഞാൻ കുറച്ച് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം ആഡ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി, അത് ആഡ് ചെയ്ത് വെച്ചാൽ മീൻ പിന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കിനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പത്തിരിപ്പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടോ അത്രത്തോളം കുഴയ്ക്കുക. ശക്തിക്കൊന്നും ഒരു കുറവും വരുത്തണ്ട, എന്നാലേ നല്ലോണം അങ്ങോട്ട് പതിഞ്ഞ് വരും. ഒന്ന് തിളയ്ക്കട്ടെ. അതിനിടക്ക് നമ്മൾ ഈ പൊടി ഒന്നും കൂടെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം തൊട്ട് നനച്ചാൽ മതി. നമ്മുടെ പത്തിരിക്ക് കുഴക്കുന്ന പോലെ കുഴക്കേണ്ട. കാരണം വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പ്രശ്നമാണ്. ഇത് നമ്മൾ ഇത് പൊരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അപ്പച്ചമ്പിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇതാ നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മീൻ വറുത്തത് ഇതിലേക്ക് ഇടാം. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും മീനിൻ്റെ വലിപ്പം നല്ല അടിപൊളി. നമ്മളൊക്കെ മീൻ ഇതേപോലെ മീൻ പത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ ചെറിയൊരു പീസ് എടുക്കുള്ളൂ. അതെല്ലാം സാധനങ്ങളൊക്കെ ലേവിഷായിട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു കുറച്ചുകൂടെ ഒന്ന് സ്മെല്ല് ഇട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നമുക്കിതിലൊന്ന് ആഡ് ചെയ്തു. മീനൊന്ന് പൊരിയട്ടെ. അതിൻ്റെ അടുക്ക് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എന്താ ഇനി ഒന്നും കൂടെ ഒന്ന് വാടട്ടെ. അതിനടുക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇല, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മീനിൽ ഏകദേശം വറുക്കാൻ വേണ്ടിയിട്ടുണ്ട്. മഞ്ഞൾ കുത്തിയാൽ ഒരു കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കുറച്ച് മുളക് പൊടി, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്ത് നമ്മളെ ഈ എന്താ പറയുക മീനിൻ്റെ പത്തിരിക്കുള്ള കായം ഒന്ന് വാടി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമുക്ക് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമ്മുടെ മീന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഏതായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്രഷ് മീനാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളൊക്കെ മീൻ വാങ്ങുമ്പോൾ മീനിൻ്റെ വില ചോദിക്കും. 1 കിലോ അയക്കോറൊക്കെ ആവുമ്പോഴേക്കോ നമ്മൾ 500 ഉറുപ്പ്യ എടുക്കണം. നേരെ മറിച്ചിട്ട് അയലക്ക് എത്ര കൊടുക്കണം? ആകെ 50 ഉറുപ്പ്യ എടുത്താൽ മതി. കറിയാണെങ്കിൽ ഏകദേശം ഒരേ ടേസ്റ്റാണ്. ആകെ കുറച്ച് ചോറേ തിന്നണുള്ളൂ. അതിനാ കറി പോരെ. എന്തിനാ വെറുതെ 500 ഉറുപ്പ്യ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് അടിപൊളി മീനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കത് പിഷ്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇഷ്ടം പോലെ സാധനം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മീൻ
നല്ല അടിപൊളിയായിട്ട് നല്ല അയക്കോറ ഇതാ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അടുക്ക് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഉണക്കമീൻ. അപ്പോൾ ഉണക്കമീൻ കൊണ്ട് എന്തുണ്ടാക്കാമെന്നുള്ള കൺസെപ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് ഉണക്കമീനും മാങ്ങയും തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നോക്കാം. അതിന് വേണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം മതി. ആ വെള്ളത്തിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉണക്കമീൻ്റെ പീസസ് ഇടാം. ഇതാ കണ്ടല്ലോ, ഉണക്കമീൻ്റെ പീസസ് ഇതിലിട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം. നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. നമുക്ക് ഈ മുറിച്ച് വെച്ച കൂട്ടിലേക്ക് കുറച്ച് ഒരു തക്കാളി, നമ്മളെ ഒരു തക്കാളി ഉണക്കമീൻ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കാരണം മാങ്ങ പെടേണ്ട ആവശ്യമില്ല. കാരണം മാങ്ങ പെട്ടെന്ന് അരിഞ്ഞു പോകുന്നത് കാരണം ഇതൊന്ന് അയില വെന്തതിന് ശേഷം നമുക്ക് മാങ്ങ ഇടാം. അതിൻ്റെ അടുത്ത് ഒരു പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക്, കാരണം എന്താ വെച്ചാൽ അതിൽ ഞാൻ കുറച്ചൊരു വൈറ്റ് കളറിൽ കൂടുതൽ ഒരു എന്താ പറയുക ചുവന്ന കളറിലല്ല കറി, കുറച്ചൊന്ന് വൈറ്റ് കളറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് കുറച്ച് മുളക് പൊടി വേണം. അതൊന്ന് നമുക്ക് കലക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ അയിലയും ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ കൂട്ട് ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫിഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷ് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ അയിലക്കറിയിലേക്ക് തേങ്ങ വറുത്തരിക്കില്ല, പച്ച തേങ്ങ. ആ തേങ്ങ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് എന്താ അതിൽ ആഡ് ചെയ്യാനുള്ളത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 ഇല്ലി ചുവന്നുള്ളി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഓഫാക്കിയെടുക്കും. ഏതായാലും നമ്മുടെ ഈ കായത്തിലേക്കാണല്ലോ മീൻ ഇടാൻ പോകുന്നത്. അപ്പം പിന്നെ നേരത്തെ തന്നെ ഇടാം. അതുകൊണ്ട് ആ മീൻ ഇതിലേക്ക് മാറ്റാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് മീൻ. നമുക്ക് ഈ കായത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിഷിനുള്ള ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്നിവിടെ വെച്ചതിന് ശേഷം ഈ തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരിക്കലും കൂടരുത്, ഭയങ്കര ബോറായിരിക്കും കൂടിയാൽ. ഒരു നുള്ള് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ തേങ്ങ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് മീൻ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലൊക്കെ അധികം വേവൊന്നുമില്ല. ഇതാ അപ്പോൾ ഇതിൻ്റെ അടുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മീൻ വെന്തോന്നൊന്ന് നോക്കാം. ഞാൻ സാധാരണ വീട്ടിൽ ചട്ടിയിലാണ് വെക്കുക. ഇവിടെ ചട്ടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് എടുക്കാം. നമ്മുടെ മീൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് പുഴുങ്ങി എടുക്കുക ചെയ്യുന്നത്. നമ്മൾ പൊരിച്ചെടുക്കുക ചുട്ടെടുക്കൊന്നും ചെയ്യുന്നില്ല. മീൻ പത്തിരി പുഴുങ്ങിയിട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളയ്ക്കട്ടെ. ഗ്യാസ് ഓൺ ചെയ്യുക. നമ്മളിത് ചൂടാകുന്നതിൻ്റെ അടുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇഡ്ഡലി തട്ട് പോലത്തെ തട്ടാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഓൾസുള്ള പാത്രം വയ്ക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വയ്ക്കുക. അതിൻ്റെ അടുക്ക് നമ്മളെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഹായ് മാം. ഹലോ. ഹായ്. സെലീനക്ക് ഈ റൗണ്ട് വലിയ സന്തോഷമായിരുന്നു. ഭയങ്കര കാര്യം മീനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടാക്കും. ഇത് ഉണക്കമീൻ വെച്ച് എന്താ ചെയ്യുന്നത്? ഉണക്കമീൻ വെച്ചിട്ട് പച്ചമാങ്ങ ഭയങ്കര മണം. പച്ചമാങ്ങ തേങ്ങാക്കറി, പിന്നെ നമ്മുടെ മീൻ പത്തിരി. ഓക്കെ. സമയം ഇനി എനിക്ക് തോന്നുന്നു ഹാഫ് ആൻ അവർ അല്ലേ? അതും ഇല്ല കുറച്ച് ഒരു 20 മിനിറ്റ് ഉള്ളൂ. സമയം പോകണമെന്ന് അറിയുന്നില്ല മാം. അത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ അറിയില്ലല്ലോ. അത് നമുക്ക് എന്തായാലും ഈ ഇതിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ അയില നല്ല വെന്തിട്ട് അതിനടുത്ത് നമുക്ക് ഈ പച്ചമാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും.
ഇതിലേക്ക് പച്ചമാങ്ങ ഞാൻ എപ്പോഴാണ് ആഡ് ചെയ്തത്, കുറച്ച് അയില നന്നായി വെന്തതിന് ശേഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മാങ്ങയാണ്, ഇത് അണ്ടി കൂടെ ഇട്ടാത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം മൂപ്പൊന്നുമില്ല, നല്ല പച്ച മാങ്ങാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തം പണിത്തേർക്കാണ്. അതിൻ്റെ അടുത്തതാ നമ്മുടെ കൂട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അയിലക്കറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് വേവട്ടെ. അതിൻ്റെ അടുക്ക് നമ്മുടെ മീൻ ഒന്നുകൂടെ നന്നായിട്ട് ചെറിയ ചെറിയ മുള്ള് ഉണ്ട് എന്നാണ് തോന്നുന്നത്, അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ പത്തിരി നമ്മുടെ മീൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം പൊടി കുഴക്കുന്ന അത്രത്തോളം മയം വരും. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയൊരു ഉരുളെടുക്കുക. ഇതിൻ്റെ അടുക്കതാ നമ്മൾ മാങ്ങ വെന്തോന്നൊന്ന് നല്ലൊരു പ്രത്യേക മാങ്ങയും അയിലയും എല്ലാം കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ വേവട്ടെ മാങ്ങ. നമ്മുടെ പൊടിയിൽ ഞാൻ ഇതേപോലെ വാഴയില അതിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയത് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഉരുളയും കൂടെ എടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് ഇനി എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീൻ കായം ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ രണ്ടാമത്തെ ഈ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഈ അറ്റ നമുക്ക് ഈ ഫോർക്ക് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. നമ്മുടെ ഒന്ന് റെഡി ആയിട്ട് അത് അപ്പച്ചെമ്പിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ അപ്പച്ചെമ്പിലേക്ക് നമ്മുടെ മീൻ പത്തി ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മളെ രണ്ടാമത്തെ ഉള്ളി ഉരുട്ടിയെടുക്കാം. ഇത് നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ പത്തിരി അതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഈ ഫോർക്ക് കൊണ്ട് നമുക്ക് വീണ്ടും അപ്പച്ചപ്പിയിലേക്ക് മാറ്റാം. നമ്മൾ ഏതായാലും ഒന്ന് മെനക്കെട്ടതല്ലേ, ഏകദേശം കുറച്ച് പത്തിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചുട്ടെടുക്കാം. ഒന്നും കൂടെ 3 എണ്ണം മതി. അതിൻ്റെ അടുത്ത് നമ്മൾ കറി റെഡിയാക്കാനുണ്ട്. ആകെ 15 മിനിറ്റേ ഉള്ളൂ. മീനിൻ്റെ കായത്തിലേക്ക് വീണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അത് കോർക്കൊണ്ട് ഇങ്ങനെ നമ്മൾ മൂന്നാമത്തെ പത്തിരിയും നമ്മൾ അടുപ്പത്തേക്ക് മാറ്റുകയാണ്. എന്ത് ചെയ്യുക, നമ്മളെ അപ്പച്ചെമ്പ് മൂടി. ഇതിനടുത്ത് നമ്മൾ അപ്പച്ചെമ്പിൽ വെള്ളം ഉണ്ടോയെന്നൊന്ന് നോക്കാം. അതാണ് വെള്ളമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ചല്ല നന്നായത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവിയിൽ കിടന്ന് വേവട്ടെ. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതാ മാങ്ങാക്കൂട്ടിതാ നമുക്ക് തുറന്ന് നോക്കാം. വാവ്, എല്ലാം നല്ല മാങ്ങ ഓവറായിട്ട് വെന്തിട്ടില്ല. ഇനി എന്താണുള്ള തേങ്ങ, നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് കലക്കി. കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാണുമ്പോൾ വിചാരിക്കും ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞങ്ങളോടൊക്കെ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ഞാൻ പണ്ടൊക്കെ ഇനി ബിരിയാണി കഴിക്കും. ഇപ്പം ബിരിയാണിക്ക് വളരെ കുറവാണ്. ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഇതും നല്ല കുറുവരിൻ്റെ ചോറും നല്ല കോമ്പിനേഷനാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. അതിൻ്റെ അടുക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉണക്ക മീനിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് ഉണക്കുന്ന മീനാണ്. അതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇടുന്നത് നല്ലതാണ്. കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കണക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമീൻ കറി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു ചുള വെളുത്തുള്ളി. അല്ലാത്ത മീൻ കറി വയ്ക്കുമ്പോൾ ഞാൻ മുളക് ഇടുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ഇടലുള്ളൂ. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഉണക്കമീൻ മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ അടുത്ത് നമ്മളെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഒന്നും കൂടെ വേവട്ടെ, അതിന് ഒന്നും കൂടെ അടച്ച് വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗള കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ മതി, കൂടുതൽ വേണ്ട. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 2 ചുവന്നുള്ളി ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടാം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ, കരിവേപ്പിൻ്റെ ഇല, ഏതായാലും നമ്മൾ അയിലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തതാ നമ്മുടെ മീൻ പത്തിരി എന്തായി നോക്കാം. നമ്മുടെ മീൻ പത്തിരി വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതാ പ്രേക്ഷകർ കണ്ടല്ലോ, ഇത് നമുക്കൊന്ന് തണയണം, എന്നാലേ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ 2 ഡിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. നമുക്ക് സെർവ് ചെയ്യാനുള്ള സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മളെ മീൻ പത്തിരി ആദ്യം എടുത്ത് വെക്കാം. ഇതാ നമ്മുടെ മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ പത്തിരി ഇതാ സെർവിങ് ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഉണക്കലയിലെ മാങ്ങ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 ഡിഷ് കണ്ടല്ലോ. ഒന്ന് ഉണക്കമീനും മാങ്ങയും തേങ്ങ അരച്ച് വെച്ചതാണ്, നമ്മുടെ ചോറിനൊക്കെ കഴിക്കാം. രണ്ടാമത്തെ ഡിഷ് ഫിഷ് വെച്ചിട്ടായിരുന്നു. അത് ഞാൻ വെച്ചത് ഫിഷ് പത്തിരി. ആ ഫിഷ് പത്തിരി നമുക്ക് വൈകുന്നേരം നന്നായിട്ട് ചായക്ക് കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും മാഡത്തിന് നമുക്കിതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കണ്ടു. ഇനി കഴിച്ചു നോക്കാം അല്ലേ. കുഴപ്പമില്ല, തെറ്റില്ല. അത് അതിൻ്റെ പത്തിരി ഞാൻ പ്ലെയിൻ അരിപ്പത്തിരി അല്ല, അതിൽ പെരുംജീരകവും തേങ്ങയും നമ്മുടെ പത്തൽ പോലെ മനസ്സിലായി. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു സാധനമാണ് മീൻ പത്തിരി. പക്ഷേ എക്സലൻ്റ് എന്നൊന്നും പറയാൻ ഭയങ്കര ഉണ്ട്. കൊള്ളാം. ഒരു സാധാരണ ഒരു മീൻ പത്തിരിയുടെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി. നല്ലത്. മാങ്ങയാണോ യൂസ് ചെയ്തിരിക്കുന്നത്? മാങ്ങ, ഒരു തക്കാളി, പുളിയില്ല. നന്നായിട്ടുണ്ട്. മാങ്ങയുടെ ഇതും ആ പുളിയൊക്കെ ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കറിയായിരുന്നു. നല്ല ഇത് മാത്രം മതി ചോറ് മതിയാ. നല്ല ടേസ്റ്റാണ്. ശരി, ഉണക്കൽ പൊരിക്കുകയും ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല.